ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അങ്ങനെ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് വളരെ വിഷമത്തോടു കൂടി ആ ഐസുവിന്റെ മുമ്പിൽ നമ്മുടെ ദേവയാനിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പൊ വല്ലാത്ത സങ്കടമുണ്ട് ആദർശിന്. അങ്ങനെ ആദർശിനെ കണ്ടിട്ട് നയന് പറഞ്ഞു, ആദർശേട്ട വിഷമിക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല. ഒന്നാമത് ഇപ്പൊ ആദർശേട്ടൻ മാല ഇട്ടിരിക്കുകയല്ലേ, ആദർശേട്ടൻ മാത്രമല്ല അച്ഛനും മാലയൊക്കെ ഇട്ടേക്കുമല്ലേ. അപ്പൊ അയ്യപ്പൻ ഒരിക്കലും അമ്മയ്ക്ക് ഒരാപത്തും വരുത്തില്ല, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം ആദർശേട്ടാന്ന് പറഞ്ഞ ആദർശിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ ആദർശ് പറയാണ്, എനിക്കറിയില്ല, എൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചിരുന്നു നയന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിലാ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന എന്നറിയാം. പക്ഷേ എൻ്റെ അമ്മ കാണിച്ചത് ശരിയാണെന്നൊന്നും പറയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പം എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുക എന്ന് പറയുമ്പം, എന്താ എന്നെ സ്നേഹിച്ചത് തെറ്റായി പോയി എന്ന് ആദർശേട്ടന് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല തോന്നുന്നത്. അല്ല, അമ്മ ചെയ്തത് വലിയ തെറ്റാ. അമ്മ നമ്മൾ ഹണിമൂണിന് പോകാൻ നേരത്താണല്ലോ മാല ഇടിപ്പിച്ചത്, അത് വലിയൊരു തെറ്റ് തന്നെയാ. അമ്മ ആദ്യമേ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലായിരുന്നു ഇത്. അമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് തീരുമാനിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും അല്ല, അമ്മ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഹണിമൂണിന് പോകുക എന്ന് അറിഞ്ഞതും നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി, നമ്മൾ രണ്ടും ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അയ്യപ്പൻ കൊടുത്തതാകാനേ വഴിയുള്ളൂ. എങ്കിലും അയ്യപ്പ ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ 41 ദിവസത്തെ വ്രതം നോക്കി അങ്ങോട്ടേക്ക് വരിക. എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും വരുത്താതെ എൻ്റെ അമ്മയുടെ അറിവില്ലായ്മയൊക്കെ കാത്ത് രക്ഷിക്കണം. എൻ്റെ അമ്മയുടെ വെറും അറിവില്ലായ്മ മാത്രമാണ് എന്ന് കരുതി എൻ്റെ അമ്മയ്ക്ക് നീ ഒരു ശിക്ഷയും കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ജയൻ വന്നു. ജയൻ വന്നിട്ടാണെങ്കിൽ, മോനെ സങ്കടപ്പെടുവൊന്നും വേണ്ട, അയ്യപ്പൻ നമ്മളെ കൈവിടില്ല, എനിക്കറിയാം. ഒരിക്കലും ദേവയാനി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. ദേ എത്ര വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹം കഴിഞ്ഞ് മോനുണ്ടായ സമയത്ത് കുറച്ച് തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു ദേവയാനിക്ക്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ദേവയാനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണ് നമ്മുടെ അനാമികയും രേവതിയും കൂടെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നത്. യാതൊരു എത്തും പിടിയില്ല അനാമികയ്ക്കും രേവതിക്കും. ഇനി എന്തായി തീരും, എങ്ങനെയായി തീരുന്നത് എല്ലാം നമ്മുടെ നയനയുടെ തലയിൽ കൊണ്ടിടാമെന്ന് ഓർത്താണ് അനാമികയും ദേവയാനിയും കൂടി ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വേണു വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വേണുവിന് ഉറക്കമില്ലാത്തൊരു രാത്രി തന്നെ ആയിരുന്നു. എങ്ങനെ ഉറങ്ങും? മാരകമായ ഒരു വിഷം ഇവിടെ കൊടുത്തിട്ട് ഉറങ്ങാൻ പറ്റുമോ നമ്മുടെ വേണുവിന്? അങ്ങനെ വേണു വിളിച്ച ഉടനെ ദേ അമ്മ അച്ഛനാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം മോളിങ് താ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം വേണുവിന്റെ ഫോണ് നമ്മുടെ രേവതി എടുത്തിട്ട്, അത് പിന്നെ വേണുവേട്ടാ എന്താ സംഭവങ്ങളൊക്കെ നടന്നോ? അവിടെ ആശുപത്രി കൊണ്ടുപോയോ? ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, പക്ഷെ അവളെ അല്ല. പിന്നെ ആരെയും ആശുപത്രി കൊണ്ടുപോയത്? അത് ദേവയാനി ഇല്ലേ, ആദർശിന്റെ അമ്മ. ആദർശിന്റെ അമ്മേനെയോ? എന്താണ് നീ പറയുന്നത്? എന്ത് സംഭവിച്ചത്? എന്ത് സംഭവിക്കാനാ? അന്ന് സംഭവിച്ച പോലെയൊക്കെ തന്നെ ഇന്നും സംഭവിച്ചു. എങ്ങനെയോ ആ പാല് ആ തള്ള എടുത്ത് കുടിച്ചു. ഏതായാലും ആ തള്ളേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. എന്റെ ദൈവമേ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണമെന്ന്. ഏതായാലും ഇനിയിപ്പോ വല്ല പ്രശ്നവും ആകുമോ? ഒരു പ്രശ്നവും ആകാൻ പോകുന്നില്ല. ആ പാലെടുത്തു വെച്ചത് നയനയാണല്ലോ. അപ്പൊ നയനയല്ലേ പ്രശ്നക്കാരിയാകത്തുള്ളൂ. നമ്മൾ അതിന്റെ ഇടയിൽ ചെന്ന് മരുന്ന് വിട്ടിട്ടല്ല, ഒരു മരുന്നും കലർത്തിയിട്ടുമില്ല. ഇതാരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ നമുക്കിത് അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യണം. നാളെ തന്നെ ഇങ്ങോട്ട് പോരെ. ഇനിയിപ്പോൾ അവിടെ നിൽക്കാനൊന്നും പോകണ്ട. ഏതായാലും നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അനാമിക അവിടെ നിൽക്കുകയല്ലേ ഉള്ളൂ. അനാമിക എന്തേലും ചെയ്തോളും. അവളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എങ്ങനെയെങ്കിലും. പിന്നെ നയനയുടെ തലയിൽ കൊണ്ട് എല്ലാ കുറ്റവും ഇടണം. നിങ്ങൾ എങ്ങനെയാണോ അനിയോട് പറഞ്ഞത് അതുപോലെ തന്നെ മൊത്തം അങ്ങ് പറഞ്ഞു പരുത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് ഏറ്റു ഞാൻ. ഏതായാലും ഇത് നയനയുടെ തലയിൽ തന്നെ കൊണ്ടിടാൻ വേണ്ടിയാണല്ലോ. നേരത്തെ ആണെങ്കിലും നവ്യ കുടിച്ചാലും ഇത് നയനയുടെ തലയിൽ തന്നെ ഇടാനാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ ഇത് നയനയുടെ തലയിൽ തന്നെ വരികയുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആദർശും അതുപോലെ തന്നെ നമ്മുടെ നയനയും ജയനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വല്ലാത്ത ടെൻഷനിലാണുള്ളത്. അപ്പം ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ, ദേവയാനിക്ക് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം അങ്ങനെ വരാൻ ചാൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ. അപ്പൊ ഏതായാലും ഡോക്ടർ അപ്പോഴത്തേക്കും ഇറങ്ങി വരികയാണ്. അപ്പം ഡോക്ടർ വന്നതും ആദർശ് പോയി ചോദിച്ചു, ഡോക്ടർ എന്താ പ്രശ്നം? അത് പിന്നെ കുറച്ച് പ്രശ്നം തന്നെയാണ് കാര്യങ്ങള്. ഈ സ്ത്രീയുടെ ഉള്ളിൽ മാരകമായ വിഷമാണ് ചെന്നിരിക്കുന്നത്. മാരകമായ വിഷം എന്ന് പറഞ്ഞാൽ ഇത് ഒരളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ മരണം വരെ സംഭവിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഞെട്ടിപ്പോയിട്ടോ.
അപ്പോഴത്തേക്കും തന്നെ ഡോക്ടർ ചോദിച്ചു, അല്ല ഇനിയിപ്പം ഈ സ്ത്രീ സ്വയമേ ഇത് കഴിച്ചതാണോ അതോ ഇനിയിപ്പോൾ ആരെങ്കിലും കൊടുത്തതാണോ? ഞങ്ങൾക്കൊരു കേസിന് ഏതായാലും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അപ്പം ഇത് കേസുമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ ഓർത്താണ് ഞങ്ങളിപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതുപോലെ ചെയ്യാം. പിന്നെ അനന്തപുരി തറവാട്ടിനെ കുറിച്ച് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായം? കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അല്ല ഇതിപ്പോൾ ആരെ വിഷം കൊടുക്കാൻ, അതും അമ്മയ്ക്ക് വിഷം കൊടുക്കാൻ? ഇനി അമ്മ സ്വയമേ എടുത്ത് അങ്ങനെ വിഷം കഴിക്കത്തുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, ഒരിക്കലും ദേവയാനി സ്വയമേ വിഷം എടുത്ത് കഴിക്കില്ല, അതെനിക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഏതായാലും തൽക്കാലം ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്യണ്ട, ഞങ്ങളുടേതായ ഒരു രീതിയിൽ അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെച്ച് നടന്ന സംഭവമാണല്ലോ, ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് അമ്മേനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനിപ്പോ എന്താ കാണാം, കുറച്ച് സീരിയസ് കേസൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഐസിന്ന് വെളിയിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഒരു 3-4 ദിവസം ഐസിനകത്ത് തന്നെ കിടക്കേണ്ട വരും. പിന്നെ നമുക്ക് ഒബ്സർവേഷനിലൊക്കെ വെക്കേണ്ട വരും. ഏതായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശും അതുപോലെ തന്നെ നയനയും ജയിനും ഒക്കെ കയറി അകത്തേക്ക് കയറിയിട്ടോ. അകത്തേക്ക് കയറി നമ്മുടെ ദേവയാനീനെ കാണുകയാണ്. ദേവയാനിയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ദേവയാനിക്ക് സംസാരിക്കാനോ ദേഹവും ശരീരവും ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ആ കിടപ്പ് തന്നെ കുറച്ച് നാളത്തേന് കിടന്നേക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ആ കിടപ്പ് തന്നെ കിടക്കും, അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും റിക്കവർ ഉണ്ടാകും ശരീരത്തിന് എന്നാണ് പറയുന്നത്. ശരീരം ഒന്നും അനക്കാനോ മരുന്നുകളോട് പ്രതികരിക്കാനോ ഒന്നും ഇപ്പം പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ദേവയാനിക്കുള്ളത്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയാണ് കേട്ടോ. അപ്പം ജലജ രേവതിയുടെയും അനാമികയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ജലജ ചെന്നിട്ട് രേവതിയോടും അനാമികയോടും പറഞ്ഞു, ഇതിനിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായാലും ഇത് നയന തന്നെ ചെയ്ത പണിയായിരിക്കും അല്ലേ എന്നിങ്ങനെ വെറുതെ അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ ജലജ. അപ്പോഴത്തേക്കും പറഞ്ഞു, നയനയല്ലാതെ പിന്നെ ആരാ ജലജ ഇത് ചെയ്തത്? ഇത് നയന തന്നെയാ ചെയ്തത്. അവളെ ഹണിമൂണിനൊന്നും വിട്ടില്ലല്ലോ. അതുമല്ല, അവളെ ഈ വീട്ടിൽ ഒട്ടും ഇഷ്ടമില്ലാത്തത് ആർക്കാ? ദേവയാനിക്ക് തന്നെയല്ലേ. ദേവയാനി എൻ്റെ മോളെ സ്നേഹിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുമല്ല, കുറെ സ്വർണങ്ങളൊക്കെ കൊടുത്തായിരുന്നല്ലോ എൻ്റെ മോക്ക്, അതൊന്നും അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വേറെ ആരുമല്ല, ഇത് ചെയ്തിരിക്കുന്നത് നയന തന്നെയാ, അത് ഉറപ്പിച്ചോ. അവള് ഇവിടെ ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കാണ് ജലജ മനസ്സിൽ വിചാരിക്കുക, എട്ടിയ കള്ളികളെ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇപ്പം നിന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലും മണ്ണാങ്കട്ടയാകട്ടെ, ആരുടെയും തലയെ കൊണ്ട് ഇടൂലോ. നയനയുടെ തലയെ കൊണ്ടിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ പുറകെ എങ്ങനെയെങ്കിലും നവ്യേനെ ഇറക്കാം. എങ്കിലും എൻ്റെ സ്വപ്നങ്ങളൊക്കെ ആകെ തകർന്നു പോയല്ലോ എൻ്റെ ഈശ്വര. ഞാൻ എത്രമാത്രം സ്വപ്നം കണ്ട് ആഗ്രഹിച്ചതാ അവളുടെ കുഞ്ഞ് ചത്തുപോകുന്നതും എൻ്റെ കുഞ്ഞിനൊരു ജീവിതം, ഒരു നല്ല കോടീശ്വരീനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതും എല്ലാം പാളിപ്പോയല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയാണ്. അപ്പം നവ്യ നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന വഴി നവ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. അപ്പൊ കൊടും വിഷം തന്നെയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്ന് അവിടെ മൊത്തം പറഞ്ഞു. അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, എങ്ങനെ ഈ വിഷം ചെന്നു എന്നറിയില്ല എന്നിങ്ങനെ വരികയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നവ്യ ഉറപ്പാവുക ഇത് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ രേവതി അല്ലെങ്കിൽ നമ്മുടെ നയനയല്ലാട്ടോ അനാമിക എന്നിങ്ങനെ അറിയാലോ. അപ്പം ഇതൊക്കെ കേട്ട് സംശയപൂർവ്വം നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നവ്യ. എന്നിട്ട് നവ്യ പറയാണ്, ഇത് ചെയ്തത് ആരാണെന്നൊക്കെ എനിക്കറിയാം, ഇനിയിപ്പോൾ തെളിവൊന്നും ഇല്ലെങ്കിലും നിങ്ങളല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ലെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നിന്നോട് ആരാടി പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്താന്ന്? നിന്റെ ചേച്ചി ചെയ്ത് വെച്ചിട്ട് ഇത് ഞങ്ങളുടെ തലയെ കൊണ്ടിടുവാണ്. ഒരിക്കലും ഇത് ഞങ്ങൾ ചെയ്തതല്ല, നിന്റെ ചേച്ചിക്കല്ലേടി ഇവിടെ വല്യമ്മയോട് വാശിയും വൈരാഗ്യവും വീറും ഒക്കെ കൂടുതലുള്ളത്. എനിക്കറിയാം എന്തിനാ ചെയ്തതെന്ന്, ഹണിമൂണിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ജലജയും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത് കേട്ടതും നവ്യക്ക് ദേഷ്യം വന്നിട്ട്, ദേ അമ്മയമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ചേച്ചീനെ കുറ്റപ്പെടുത്താനെങ്ങാനും വന്നാണ്ടല്ലോ, എൻ്റെ ചേച്ചി ഒരാളോടും ആ ദ്രോഹം ചെയ്യില്ല. പിന്നെ ഇവിടെ പായസത്തിൽ വിഷം കലർത്തിയത് ആരാണെന്നൊക്കെ എനിക്കറിയാം, അതുപോലെ തന്നെ ഇത് കലർത്തിയത് ആരാണെന്നും എനിക്കറിയാം. അതിന് പ്രൂഫ് സഹിതം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ചെയ്തത് ആരാണെങ്കിലും അവർക്കുള്ള ശിക്ഷ അത് കിട്ടിയിരിക്കും, അത് ഉറപ്പാ. നോക്കിക്കോ, ഇത് മാലമോഷണം പോയ പോലെയല്ല, ഒരാളുടെ ജീവൻ എടുക്കാനാ ശ്രമിച്ചിരിക്കുന്നത്. നോക്ക്, ഇത് മുത്തശ്ശന്റെ ചെവിയിൽ എത്തിക്കഴിയുമ്പം ഏതായാലും ഇത് കേസിന്റെ വഴിയിൽ അങ്ങ് പോകും. കേസിന്റെ വഴിയിൽ പോയി കഴിയുമ്പോൾ അറിയാലോ ആരാണ് തെറ്റ് ചെയ്തതെന്ന്. അതുമല്ല, ഹോസ്പിറ്റലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്ന കേട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ചങ്കത്ത് കൈവച്ച് നമ്മുടെ അനാമികയും രേവതിയും കൂടെ നിപ്പുണ്ട് കേട്ടോ.
കാത്തിരുന്ന് തന്നെ കാണാൻ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.